ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ സെറ്റിൽ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നുണ്ട്. 2 ചെറിയ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കുന്തൻ സ്റ്റോൺ കയറ്റിയിട്ടുണ്ട്. സെൻറ്ററിലേക്കാക്കുക വലിയൊരു കുന്തൻ സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗോൾഡൻ കളർ ചെറിയ ബീഡും ബ്രേസ്ലെറ്റിന് ഉപയോഗിച്ച സെയിം ബീഡ് തന്നെയാണ്. വലിയൊരു സ്കൈ ബ്ലൂ കളർ ബീഡും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഗോൾഡൻ കളറ് പിന്നെ ബ്ലൂ കളറ് 2 റോയിലും 2 ഹെയർ ബാൻഡുമേലും ഇങ്ങനെ ഫുള്ളാക്കി എടുക്കണം. ഏകദേശം 16 ബീഡോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹെയർ ബാൻഡുമ്പോൾ തന്നെ ഒരു സൈഡിൽ 16 ബീഡോളം വരുന്നുണ്ട്. അതിന് അവസാന ഭാഗം നമുക്ക് ഗോൾഡൻ കളർ ബീഡ് മാത്രം വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. ഏറ്റവും എൻഡിലേക്ക് ഗോൾഡൻ കളർ മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ കൂടാതെ ഗിയർ വയർ കൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ടുണ്ട്, അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ കെട്ട് ലാസ്റ്റ് നമ്മൾ അയക്കും. ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് തമ്മിലൊരു ജോയിൻറ്റ് വേണം. അതിനു വേണ്ടി നമ്മൾ കുന്തൻ സ്റ്റോൺ തന്നെ ഇടയ്ക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഗിയർ വയർ കൊണ്ട് ഉള്ളിലൂടെ കോർത്തെടുത്ത് ഒന്ന് ഫിറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഒരു സൈഡിൽ 2 കുന്തൻ സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 4 കുന്തൻ സ്റ്റോണാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എത്ര വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ടൈറ്റിലൊന്ന് കെട്ടിയെടുക്കണം. അതവിടെ ആ ഇടയിൽ നല്ല ഫിറ്റായി നിന്നോളൂ. സെൻറ്ററിലുള്ള കുന്തൻ സ്റ്റോണിന് വേണമെങ്കിൽ ചുറ്റിലും ബീഡ്സ് കോർത്തെടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അതിവിടെ ചെയ്തിട്ടില്ല. അവസാനം നമ്മൾ ആ ഗിയർ വയർ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പശ തേച്ച് ഒട്ടിക്കണം. അവസാനം ഹെയർ ബാൻഡിൻ്റെ ലാസ്റ്റ് ഒട്ടിക്കുന്ന ഷീറ്റ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൽ പശ തേച്ചിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. എൽ ഷേപ്പിൽ വെട്ടിയാൽ അതിൻ്റെ എൻഡ് ഭാഗവും കവറാക്കാൻ പറ്റും. 2 ഭാഗവും വെട്ടിയിട്ട് നല്ല ടൈറ്റാക്കി കുറച്ച് നേരം പിടിക്കണം. ഇത്രയേ ഉള്ളൂ. ഹെയർ ബാൻഡ്, ഒരു അടിപൊളി ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.